ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് ചെന്നൈയിലാണുള്ളത്. ചെന്നൈയിലെ സർഗ 2019 ആശാൻ ആശ്രയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചെന്നൈ മലയാളി മാർഗഴി മഹോത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾക്ക് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച ലക്ഷ്മിക്കുട്ടിയമ്മ വനമുത്തശ്ശിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ആദ്യമായിട്ട് ലക്ഷ്മിക്കുട്ടിയമ്മയോട് നമ്മുടെ 2019 അല്ലെങ്കിൽ ചെന്നൈ മലയാളി മാർഗഴി മഹോത്സവത്തെക്കുറിച്ച് എന്താണ് ലക്ഷ്മിക്കുട്ടിയമ്മയ്ക്ക് പറയാനുള്ളതെന്ന് കേട്ട് നോക്കാം. മലയാളികൾ എവിടെയായാലും പൈതൃകം കളയാതെ നടത്തുന്നത് നല്ല കാര്യമല്ലേ. നാട് മറന്നാലും മൂട് മറക്കരുതെന്ന്, അതായത് നമ്മുടെ തനതായ ജീവിത രീതിയും കലയും സംസ്കാരവും ഒക്കെ ഏത് രാജ്യത്താലും നിലനിർത്തേണ്ടത് നല്ല കാര്യം തന്നെയാണ്. ഇതിവിടെ നടത്തുന്നത് നല്ല കാര്യം തന്നെയാണ്, അല്ലാതെ ഒന്നും പറയാനില്ല. ഓക്കെ, നമുക്ക് പത്മശ്രീ നമുക്ക് രാജ്യം നൽകി ആദരിച്ചു. അപ്പോൾ അതിന് ശേഷം അതിന് മുമ്പ് നൽകിയ മാറ്റങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അമ്മയ്ക്ക് എങ്ങനെയാണ് ജീവിതം? അത് ഇന്ന് രാജ്യം മുഴുക്ക ഒരു വിശിഷ്ട വ്യക്തി എന്ന നിലയ്ക്ക് എന്നെ വിളിക്കണം, ആദരിക്കുന്നു, ശരിയാണ്. പക്ഷേ ഞാൻ കൂടുതലും ഇഷ്ടപ്പെടുന്ന ഏകാന്തതയായിരുന്നു, അതിന് തടസ്സമായി എന്നതാണ് വാസ്തവം. ഇപ്പോൾ എഴുതാനും വായിക്കാനോ സമയമില്ല. ഞാൻ സാഹിത്യരചനയിലുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, ലക്ഷ്മിക്കുട്ടി ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കവിത ഞങ്ങൾക്ക് വേണ്ടി എന്തൊരു പറയാൻ, ഒരുപാട് കവിത എഴുതിയിട്ടുണ്ട്. കവിതയുണ്ട്, കഥാപ്രസംഗത്തിന് പിള്ളേരെ പഠിപ്പിക്കാറുണ്ട്, നാടകം എഴുതാറുണ്ട്, കഥകൾ എഴുതി ഹിന്ദിയിലേക്ക് കൊടുത്തിട്ടുണ്ട് കഥ മൊഴിമാറ്റത്തിന്. പിന്നെ ഇപ്പോൾ മധ്യപ്രദേശിൽ മഹാരാഷ്ട്രയിൽ സായി ഗ്രാമത്തിലായിരുന്നു അഖില ഭാരത വനവാസി കല്യാണാശ്രമത്തിൻ്റെ പ്രോഗ്രാം. അവിടെ വെച്ച് ഞാൻ അതായത് ഓച്ചറ അവിടെ വെച്ച് ഗോത്രത്താളം എന്ന പരിപാടി നടത്തിയിരുന്നു. ആദിവാസികളുടെ 400 കലാകാരന്മാർ പങ്കെടുത്ത് അവിടെ വെച്ച് ദീപാവലിയുടെ ആശംസ പറയാൻ ഞാനായിരുന്നു. അവിടെ വെച്ച് ഇവരെല്ലാം കണ്ടപ്പോൾ ഞാൻ അറിയാതെ ഒരു പാട്ടങ്ങ് പാടി. ആ പാട്ട് ഞാൻ പൂർണ്ണമാക്കിയിട്ട് പിന്നെ ഇപ്പം മഹാരാഷ്ട്രയിൽ പോയപ്പോഴും വനവാസി കല്യാണാശ്രമത്തിൻ്റെ പ്രസംഗവേദിയിൽ ഞാൻ ഇത് പാടുകയുണ്ടായി. അവിടെ ഹിന്ദിയിലേക്ക് മൊഴിമാറ്റം ചെയ്തു. മൊഴിമാറ്റം ചെയ്തു കൊടുത്ത് അത് ഒറീസക്കാർ കൊണ്ട് ഒഡീസിൽ പ്രസിദ്ധീകരിച്ചെന്നറിയുന്നു. ഹിന്ദിയിലേക്ക് പ്രിൻറ്റിങ് ആയിട്ട് കൊടുത്തെന്ന് പറഞ്ഞു. അങ്ങനെ അതെന്ന് വെച്ചാൽ വനവാസികളുടെ നമ്മുടെ ആദിവാസി സമൂഹത്തെ പറ്റിയാണ് എഴുതിയത്. ഒന്നാണ് ഞങ്ങൾ ഒന്നാണ്, മലയുടെ മക്കൾ ഞങ്ങൾ ഒന്നാണ്, തെക്കനും വടക്കനും ഒന്നാണ്, കാട്ടിലെ കഥകൾ പലതാണ് എന്നത് കുറേ വരിയുണ്ട്, അതാണ് പാടിയത്. അപ്പോൾ നമ്മൾ ചികിത്സയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം എന്തൊക്കെയാണ് ഇപ്പോൾ പുതുതലമുറയിലുള്ള കുട്ടികളോട് ഇപ്പം നമുക്ക് അവരോട് എന്താണ് പറയാനുള്ളത്? ചികിത്സാ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഉപദേശം നൽകാമെന്ന് തന്നെ. ചികിത്സ നമ്മുടെ തനതായ ചികിത്സാ രീതി നിലനിർത്തേണ്ടത് നമ്മുടെ ആരോഗ്യപരമായ കാര്യമാണ്. അല്ലെങ്കിൽ അലോപ്പതി പോയി നമ്മൾ കൊടുക്കുന്ന മരുന്നിനെ തിരിച്ചു വാങ്ങേണ്ട ഗതികേടാവും. കാരണം അലോപ്പതി മോശമല്ല എങ്കിലും ചില വശങ്ങളും ഉണ്ട് അതിൽ. അലോപ്പതി പോയി മരുന്ന് വാങ്ങിച്ചാൽ അത് കാലാകാലം ജീവിതാന്തം കഴിക്കേണ്ട ഒരു ഘടനയുണ്ട് ചില രോഗങ്ങൾക്ക്. അത് കഴിക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി മാരകമായ ഫലങ്ങളാണ് കണ്ടുവരുന്നത്. അവിടെ എൻ്റെ അടുക്ക് എത്താറുണ്ട് അവർ. ഈ ഗോയിറ്റർ ഗ്രന്ഥിക്ക് തന്നെ അലോപ്പതി മരുന്ന് കഴിച്ച് ആജീവനാന്തം കഴിക്കണം. പക്ഷേ അമിതമായി ശരീരം ഭാരം വർദ്ധിക്കുന്നു, പെരുകി കയറുന്നു. പലരും അവിടെ മടങ്ങി വന്ന് എൻ്റെ അടുത്ത് മരുന്ന് വാങ്ങിക്കാറുണ്ട്, ഞാനും കൊടുക്കാറുണ്ട്. ഗോയിറ്റർ കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിൽ നിന്ന് പോലും ധാരാളം പേര് വന്നിട്ടുണ്ട്. സോറിയാസ്, വെരിക്കോസ്, ഗോയിറ്റർ, പിന്നെ സന്ധിവാതം എന്ന് വേണ്ട ഷുഗറിന്. പിന്നീട് മൈഗ്രീനാണ് ഇന്ന് വില്ലൻ. മൈഗ്രീൻ എന്ന രോഗത്തിന് 6-7 വർഷം അലോപ്പതി ചെയ്ത് തോറ്റവർക്ക് ഞാൻ 1 സ്പൂൺ എണ്ണയിൽ മാറ്റി കൊടുക്കുകയുണ്ടായി. അത് ഇന്നും ഡിമാൻഡുള്ള ഒരു വിഷയമാണ്. ഒരുപാട് വരാറുണ്ട്. സൗദി അറേബ്യ വരെ കൊണ്ടുവന്ന് പറഞ്ഞാൽ അതാണ് ഷുഗറിൻ്റെയും മൈഗ്രീൻ്റെ എണ്ണ. രാജസ്ഥാനിൽ നിന്നൊക്കെ ഇന്ത്യയുടെ നാനാ ഭാഗത്തു നിന്നും വരാറുണ്ട്. അയച്ചു കൊടുത്തിട്ടുണ്ട്, ലഗ്നോ വരെ അയച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മുറ്റത്ത് വളർന്ന ചെടി തന്നെയാണ് പലത്. കാട്ടിൽ നിന്ന് കാട് തീ കത്താതെ പിന്നെ എങ്ങനെ കാട്ടിൽ മരുന്ന് കിട്ടുന്നത്? പരിസ്ഥിതി പ്രവർത്തകരെന്ന് പറഞ്ഞ സംഘടനയ്ക്ക് പോലും അറിയില്ല. നമ്മൾ കാടിൻ്റെ ബാലപാഠം പഠിച്ചവരാ. ജനിച്ച് പിറന്നു വീണത് മലയുടെ മടിത്തട്ടിൽ, കാടിൻ്റെ മണമേറ്റ് വളർന്നു, മായമില്ലാതെ എന്തെന്തെന്ന് മലമരുന്നിൻ കരുത്തിൽ ജീവൻ പോറ്റവരാണ് ഞങ്ങൾ. അതുകൊണ്ട് കാട് നമ്മളുടെ ആയുസ്സിൻ്റെയും ജീവൻ്റെയും നിലനിൽപ്പ് കാടിനകത്തുണ്ട് പലതും. അതായത് ഞാൻ വിഷച്ചികിത്സയിലാണ് തുടങ്ങിയത്. 46 വർഷത്തോളമായി.
കട്ടറുമ്പ് മുതൽ കരിമൂർഖൻ വരെയുള്ള വിഷയേറ്റ് നാനാതരം ജീവികൾ കടിയേറ്റ് അവിടെ വരാറുണ്ട്. രായുംപകലൊന്നുമില്ല, ഭേദമില്ല. അത് പൈസയ്ക്കല്ല, നമ്മൾ സൗജന്യമായിട്ട് അവിടെ കിടത്തി ചികിത്സിച്ച് നമ്മുടെ ചെലവിൽ തന്നെ കഴിഞ്ഞുകൂടാണ്. കിടത്തി ചികിത്സ ഉണ്ട്. വിഷം ഏറ്റാൽ പോകാൻ പറ്റില്ല. അവിടെ കിടന്ന് നമ്മുടെ നോട്ടത്തിൽ തന്നെ വേണം. അങ്ങനെയല്ല, രോഗത്തിൻ്റെ മൂർച്ച പോലെ ഇരിക്കും, വിഷത്തിൻ്റെ ഇതുപോലെ ഇരിക്കും. പാമ്പ് വിഷത്തിന് അലോപ്പതിയിൽ ആൻറ്റിവെനം, നമ്മുടെ ആൻറ്റിവെനമില്ല, പച്ചില കൊടുക്കും. ഏത് വിഷവും അമക്കാനുള്ള കഴിവ് പച്ചിലകൾക്കുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതാണ് ഒരു വിഷം പ്രത്യേകം രോഗികൾ കാണിക്കണ്ട, ചെയ്യുന്ന വൈദ്യം അറിഞ്ഞിരിക്കണം ഏത് വിഷമാണ് ഉള്ളിൽ പോയാൽ ഏത് ഭാഗത്താണ് കയറിയെന്ന്. അതറിഞ്ഞാൽ പ്രശ്നമില്ല, നമുക്ക് കണ്ടാൽ മനസ്സിലാവും. 5 ഇന്ദ്രിയം എന്ന് പറയുമെങ്കിൽ 6ാം ഇന്ദ്രിയം എന്നൊരു ഉണർവുണ്ട്, അത് പറഞ്ഞു തരും സത്യം. അതായത് എനിക്ക് ഗുരു എന്ന് പറയാൻ ആരുമില്ല സത്യത്തിൽ. ഉള്ളത് കണ്ടറു, കേട്ടറു, കൊണ്ടറു, കൊടുത്തറു. ഈ 4 അറിവ്, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന അറിവുകളും മനസ്സിലാക്കുക. കൊണ്ടറെന്ന് വെച്ചാൽ നമ്മൾക്ക് കൊള്ളുമ്പോൾ ഒരു മുള്ളുകൊട്ടാൽ വേദന എന്ത്, അത് നമ്മൾ അനുഭവിച്ചാലേ അറിയാം. അതാണ് എല്ലാം, അതൊരു അറിവാണ്. കൊടുത്താലൊരു അറിവ്, അതൊരു കൊടുത്തറിവ്. ഒരാൾക്ക് ഒരു മരുന്ന് കൊടുക്കണം, അത് ഫലിക്കുന്നു, അപ്പോൾ അതൊരു അറിവാണ്. അങ്ങനെയാണ് പ്രപഞ്ചത്തിൻ്റെ പാഠശാലയിൽ നമ്മൾ വിദ്യ പഠിക്കാറ്. അതോടൊപ്പം തന്നെ നമ്മൾ പത്മശ്രീ കിട്ടുന്നു, അല്ലെങ്കിൽ നമുക്കൊരു പുരസ്കാരം കിട്ടുന്നു, രാജ്യം നമ്മളെ ആദരിക്കും. അപ്പോൾ നമ്മുടെ വാക്കിന് ഒരുപാട് വില ഉണ്ടാകും, അല്ലെ നമ്മുടെ ശ്രദ്ധിക്കാൻ ആളുകളുണ്ടാകും. അപ്പോൾ സർക്കാർ നമ്മളെ ശ്രദ്ധിക്കും. അപ്പോൾ അതിനുശേഷം സർക്കാർ നമുക്ക് വേണ്ടി പ്രത്യേകിച്ച് എന്തെങ്കിലും സമൂഹത്തിന് വേണ്ടിയാണെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇപ്പം നമ്മളുടെ ദുർഘടമാണ്. വനവാസി മേഖലയിൽ വികസനം വയ്ക്കാൻ സർക്കാർ മാറി മാറി വരുന്ന ഒരു സർക്കാർ വനവാസി വികസനത്തിൻ്റെ കേന്ദ്രം കോടികൾ ചെലവഴിക്കുന്നു, പക്ഷേ അതൊന്നും അർഹതപ്പെട്ടവരെ ഏരിയയിൽ എത്താറില്ല. പക്ഷേ വേണ്ടാതിനങ്ങൾ കാട്ടിക്കൂട്ടുകയും ചെയ്യുന്നു വനത്തിനകത്ത്. ഫോറസ്റ്റ് നിയമം നമുക്ക് പാരകളാണ്. അതായത് ആദിവാസി വികസനത്തിന് ഒരു റോഡ് തെളിക്കാൻ പോലും ഫോറസ്റ്റ് നിയമം കഠോരമാണ്. ഇപ്പം നമ്മൾ മുഖ്യമന്ത്രിയും കണ്ടു, വനമന്ത്രിയൊക്കെ കണ്ടതിൻ്റെ പേരിൽ റോഡ് എനിക്ക് വാഹനം വരുന്ന രീതിക്ക് കോൺക്രീറ്റ് ചെയ്ത് തന്നു. കല്ലാറ് 1 കിലോമീറ്റർ കോൺക്രീറ്റ് ചെയ്ത്, ബാക്കി ഇപ്പം കീലിട്ടേക്കണം. മെറ്റലിട്ടതിൽ കള്ളത്തരമുണ്ട്, അതൊക്കെയാണ് വേണ്ട. കോടികൾ കേന്ദ്രം നൽകുന്നതൊക്കെ വരുമ്പഴി പോകുമ്പഴി ആരറിയുന്നു. അതോടൊപ്പം നമ്മുടെ വീഡിയോ കണ്ടിരിക്കുന്ന ആളുകൾക്ക് വനമുത്തശ്ശിയുടെ അല്ലെങ്കിൽ ലക്ഷ്മിക്കുട്ടിയമ്മയുടെ ചികിത്സ ലഭ്യമാണെങ്കിൽ എങ്ങനെയാണ് അവിടെ എത്തിച്ചേരുക? അപ്പം നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കണം, എങ്ങനെയാണ് അവിടത്തേക്ക് എത്തിച്ചേരുക? അവിടെ വിളിച്ച് പറയുന്നിടത്ത് അറിയിക്കും. ഞങ്ങൾ ഉള്ള ദിവസം ഇല്ലാത്ത ദിവസം അറിയിക്കും. ഇന്ന് ഭൂരിപക്ഷം യാത്രയിലല്ലേ. 46 വർഷമായി ഞാൻ ചികിത്സാ രംഗത്താണ്. അതിൻ്റെ ഇടയ്ക്ക് സാഹിത്യം, കല മുതലായവ എഴുതും. ഇപ്പം കെട്ടുപോയെന്ന് വെച്ചാൽ നമ്മളെ പാരമ്പര്യ തൊഴിൽ ചെയ്യാൻ നേരമില്ല. കട്ടി, കുട്ട മുതലായ ഈറപ്പൊളി ഉപകരണം കൊണ്ട് നമ്മളെ വീട്ടുപകരണങ്ങൾ നിർമ്മിക്കും. ഇപ്പം എനിക്കതിന് നേരമില്ല. ഒരു പരമ്പോലും വേണമെങ്കിൽ ഇന്ന് കടയിൽ നിന്ന് വാങ്ങേണ്ട ഗതികേടിലായി. കൂടുതൽ യാത്രകളും എല്ലാ ഉദ്ഘാടനത്തിനും വിശിഷ്ട വ്യക്തിയായിട്ട് എല്ലാവരും. ആൾക്കാർ തന്നെ പറയാറുണ്ട് മന്ത്രിമാരെ കാലം തിരക്കിലാന്ന്. ഇപ്പം അവിടെ തിരുവനന്തപുരം പെരുന്നയിൽ നാട്ടുവൈദ്യ മഹാസഭയുടെ യോഗ ഉണ്ടായിരുന്നു. ഉദ്ഘാടനത്തിന് പോയി. അവർക്ക് എല്ലാ ദിവസവും ഞാൻ വേണമെന്നായി, പക്ഷേ എനിക്ക് പറ്റില്ല. ഒരേ ഒരു ദിവസം പോയി ചെന്ന് അന്ന് തന്നെ പറഞ്ഞെന്താ, നമുക്ക് അർഹതപ്പെട്ട ഒരാളെ ഉദ്ഘാടനം കിട്ടിയ മഹാഭാഗ്യമെന്ന്. വൈദ്യ രംഗത്തുള്ളവരും വൈദ്യന്മാർക്കെല്ലാം അറിയും. അതാണ് പുതിയ കുട്ടികളൊക്കെ പിന്നെ മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പലരും വെളിയിൽ നിന്ന് വരാറുണ്ട്, പക്ഷെ നമ്മളുടെ അവിടെയുള്ള ആൾക്കാർക്ക് അത് മാനമല്ല. നമ്മളുടെ സമുദായക്കാർക്ക് എന്തൊരു. എനിക്ക് 1995 നാട്ടുവൈദ്യ രത്നം എന്ന ബഹുമതി കിട്ടിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ. അത് അന്ന് ധന്വന്തരമൂർത്തിയുടെ വെങ്കല ശില്പമാണ്. അതിന് ശേഷമാണ് ഇപ്പോൾ അവിടെയുള്ളവർ 1-2 പേരൊക്കെ വൈദ്യരംഗത്ത് ഇറങ്ങിയത്. അതിനു മുമ്പ് ആരും അങ്ങനെ ഇറങ്ങില്ല. നമ്മളെന്നാൽ ചെയ്യാറുമുണ്ട്. അത് ആർക്കും അവിടെ വരുന്നവർ മാത്രം നോക്കുക. ഇപ്പം പബ്ലിഷ് ആയപ്പോൾ എല്ലാവരും വരുന്നുണ്ട്. പല ദിക്കിൽ നിന്നും വരാറുണ്ട്. കുഴഞ്ഞ പ്രശ്നങ്ങളും കൊണ്ട് വരാറ്. വരുന്നവർക്ക് കൊടുക്കാറുണ്ട്. ഞാൻ പറയുന്നത് അക്ഷരം പാലിക്കുമെങ്കിലേ ഫലമുള്ളൂ, അല്ലെങ്കിൽ പോക്കാം. അതായത് മൈഗ്രീൻ്റെ 5 മില്ലി എണ്ണ പുലർച്ചെ 6 മണിക്ക് സൂര്യോദയം ആണ് അതിൻ്റെ സമയം. 6 മണിക്ക് തേക്കുക. ഉച്ചയിൽ ഈ 5 മില്ലി എണ്ണയും പൊത്തുക. പൊത്തിയിട്ട് പച്ചവെള്ളം 30 മിനിറ്റ് ആകുമ്പോൾ പച്ചവെള്ളം തലയിൽ ഒഴിക്കുക. അത്രയേ ഉള്ളൂ ജോലി. പ്രമേഹത്തിന് നമ്മളൊരു മരുന്ന് കൊടുക്കാറുണ്ട്. അപൂർവമാണ് നമ്മളുടെ ഏരിയയിൽ കിട്ടുന്നതല്ല, പക്ഷെ നമുക്കത് ഒരു സ്ഥലത്തുനിന്ന് കിട്ടുന്നുണ്ട്, കൊടുക്കാൻ പറ്റും. അത് നമ്മളുടെ പൊതുവെ പറയാറുള്ള വിന്ധ്യാപർവ്വത നിരകളിൽ കാണും. നമ്മളെ ഏരിയ പൊന്മുടി ആ ഭാഗത്തില്ല, കന്യാകുമാരിയിലുണ്ടെന്ന് അറിയുന്നു. പിന്നെ മറയൂർ ഭാഗത്തുണ്ടെന്ന് അറിയുന്നു. പാറയിൽ നിന്ന് ഊറുന്ന ഒരു ദ്രവമാണ്, അത് കൊടുക്കാറുണ്ട്. ഇരുമ്പിൻ്റെ പൊടിയാണ്, അതങ്ങനെ കൊടുക്കാറുണ്ട്.
ഓക്കെ. ചെന്നൈ മലയാളി മാർഗഴി മഹോത്സവത്തിന് എത്തിച്ചേർന്ന ലക്ഷ്മിക്കുട്ടിയമ്മയ്ക്ക് ഞങ്ങളോട് സംസാരിച്ചതിനും ഹൃദയം നിറഞ്ഞ നന്ദി, മാർഗഴി മഹോത്സവത്തിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി ലക്ഷ്മിക്കുട്ടിയമ്മ.